ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം. 2023 10th ലെവൽ മെയിൻസിൻ്റെ മൊത്തം 7 എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇംഗ്ലീഷ് ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ LDC പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിട്ടുള്ള LDC ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്ത് നോക്കുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പം നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. യൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദി ഫോളോയിങ് സെൻറ്റൻസ്. സുമ ബ്രോക്ക് ദ ഗ്ലാസ്. ബ്രോക്ക് എന്ന് പറയുമ്പോൾ V2 ഫോമാണ്. ബ്രേക്ക്, ബ്രോക്ക് രണ്ടാമത്തെ ഫോമാണ് ബ്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഡ് വരും. ഇതിനകത്ത് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനകത്ത് നോട്ടില്ല, അപ്പോൾ നോട്ട് ചേർക്കണം. ഡിഡിൻ. സുമ എന്ന് പറയുന്നത് ഗേൾ ആയതുകൊണ്ട് ഡിഡിൻ ഷീ. ഡ്രഗ്സ് ആൻഡ് ലിക്കർ ഡാഷ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. ആൻഡ് വെച്ച് രണ്ട് കാര്യങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ യൂസ് ചെയ്യേണ്ടത്? പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത്, ആർ. പിക്ക് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻസ്. ലേസിനെസ്. ലേസിനെസ്സിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ്? ലേസിനെസ്. LAZINESS. Next one. Lily gave up the struggle in dash. Lily gave up the struggle in dash. Lily gave up the struggle in despair. Despair എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ അതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയാണ് ഡെസ്പയർ എന്ന് പറയുന്നത്. The feeling that there is no hope and that you can do nothing. അതാണ് നമുക്കൊരു പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയാണ് ഡെസ്പയർ എന്ന് പറയുന്നത്. അപ്പോൾ ലില്ലി ഗേവ് അപ്പ് ദ സ്ട്രഗിൾ ഇൻ ഡെസ്പയർ. മിസ്റ്റി പ്ലേസ് എ ഡാഷ് റോൾ ഇൻ ദ ഫിലിം. മിസ്റ്റി പ്ലേസ് എ ഡാഷ് റോൾ ഇൻ ദ ഫിലിം. ഡബിൾ റോൾ എന്ന് പറയുന്നത് എന്താ? മിസ്റ്റി പ്ലേസ് എ ഡാഷ് റോൾ ഇൻ ദ ഫിലിം. ഏതാ? ഡ്യുവൽ. ഏത് വരും? DUAL ആണ് വരുന്നത്. ഡബിൾ റോളിന് യൂസ് ചെയ്യുന്നത് DUAL. അപ്പോൾ DUEL എന്തിനു വേണ്ടിയാണ്? DUEL എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റ് ബിറ്റ്വീൻ 2 പേഴ്സൺ ആണ്. DUEL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റ് ബിറ്റ്വീൻ 2 പേഴ്സൺ. നെക്സ്റ്റ് വൺ, ആൻറ്റണിം ഓഫ് ഡസ്ക്. ഡസ്കിൻ്റെ ആൻറ്റണിം എന്തുവാണ്? ഡോൺ. ഡസ്ക്, ഡോൺ. ഓപ്പോസിറ്റ് ജെൻഡർ ഓഫ് ഡ്രേക്ക്, ഡക്ക്. റൊണാൾഡ് ഈസ് കമ്മിങ് ഡാഷ് ആൻഡ് എയ്റോപ്ലെയിൻ. ഏതാ പറയുന്നത്? ബൈ. ഇരുചക്ര വാഹനങ്ങൾ, ബസ്, ട്രെയിൻ തുടങ്ങിയ വാഹനങ്ങളുടെ മുമ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഓൺ ആണ്. ഇരുചക്ര വാഹനങ്ങൾ, ബസ്, ട്രെയിൻ എന്നിവയ്ക്ക് മുമ്പിൽ നമ്മൾ ഓൺ ആണ് ഉപയോഗിക്കുന്നത്. കാർ ആണെങ്കിൽ ബൈ ആണ്. ഓക്കെ. റൊണാൾഡ് ഈസ് കമ്മിങ് ബൈ ആൻ എയ്റോപ്ലെയിൻ. ബൈ കാർ. ബസ്, ട്രെയിന്, ബൈക്ക് ആണെങ്കിൽ ഓൺ. ഓക്കെ. നെക്സ്റ്റ് വൺ, രമേഷ് സോ എ ഈഗിൾ ഇൻ ദ സൂ. കറക്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. വവൽ സൗണ്ടിന് മുമ്പിൽ എന്താണ് ചേർക്കേണ്ടത്? എ ഈഗിൾ എന്ന് വരുമോ? ആൻ ഈഗിളിനെ വരത്തുള്ളൂ. ഓപ്ഷൻ എ ആണ് വരുന്നത്. വവൽ സൗണ്ടിന് മുമ്പിൽ ആൻ. വവൽ സൗണ്ട് എന്ന് പറയുമ്പം I സ്വരാക്ഷരങ്ങൾ വരുന്നതിന് മുമ്പിൽ ആൻ ചേർക്കുക. കൺസണൻ്റ് എന്ന് പറയുമ്പം കായ്ക്ക അതിൽ ഫുള്ള് വരുന്ന ആ സൗണ്ട് വരുന്നതിന് മുമ്പിൽ എ ചേർക്കുക. നെക്സ്റ്റ് വൺ, ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. കമല ലവ്സ് മിനി. തന്നിരിക്കുന്ന സെൻറ്റൻസ് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അതായത് സബ്ജക്റ്റും
V1 ഫോമും ഒബ്ജക്റ്റീവ് മാത്രമുള്ള സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അതിനെ പാസീവിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് V3 ഉപയോഗിക്കും. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് V3 ഉപയോഗിക്കും. അങ്ങനെ വരുമ്പോൾ ഏത് ആൻസർ വരുന്നത്? മിനി ഈസ് ലൗഡ് ബൈ കമല. തന്നിരിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ആയതുകൊണ്ട് അതിന് പാസീവിലേക്ക് മാറ്റുമ്പോൾ എന്ത് വരും? ഈസ് അല്ലെങ്കിൽ ആർ ഓർ ആം പ്ലസ് V3 വരും. ഇവിടെ മിനി ഈസ് ലൗഡ് ബൈ കമല. ലവിൻ്റെ V3 ഫോമാണ് ലൗഡ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The dash part of the novel കാണാലോ. The dash part of the novel is quite interesting. ഏതാ വരുന്നത്? LATTER ഉണ്ട്. അപ്പം നമ്മൾ ഓരോന്നിൻ്റെ സ്പെല്ലിങ് കറക്റ്റായിട്ട് അറിയണം. LATTER എന്ന് പറഞ്ഞാൽ എന്താ? ബാക്കി ഭാഗം എന്നുള്ളതാണ് LATTER വരുന്നത്. ലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LATER ആണെങ്കിൽ പിന്നീട്, ലേറ്റസ്റ്റ് എന്ന് വെച്ചാൽ പുതിയത്. അപ്പോൾ ദ ഡാഷ് പാർട്ട് ഓഫ് ദി നോവൽ ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ ലാറ്റർ പാർട്ട് ഓഫ് ദി ഓപ്ഷൻ എ ആണ് വരുന്നത്. ദ എക്സ്പാൻഡഡ് ഫോം ഓഫ് CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ATM എന്താ? ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. പിന്നെ എന്താ ഉള്ളത്? പിന്നെ ഏതാ? പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. BBC എന്താ? ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. BBC, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. URL എന്താ? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ബാക്കി ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് വഴിയെ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ. നോബഡി എൻജോയ് ദ മൂവി. ആൻസർ ഏതാ വരുന്നത്? നോബഡി എൻജോയ് ദ മൂവി. ഇതിൽ നോബഡി എന്ന് പറയുമ്പോൾ നമുക്ക് നെഗറ്റീവ് വേർഡ് വന്നു കഴിഞ്ഞു. അപ്പോൾ ടാഗിനകത്ത് നോട്ട് വേണ്ട. അപ്പോൾ നോട്ടുള്ള ടാഗെല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി അടുത്ത് നോബഡി വന്നു കഴിഞ്ഞാൽ ദേ ആണ് വരേണ്ടത്. എൻജോയ്ഡ് V1 V2 ഫോമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഡിഡ് ദേ എന്നാണ് ആൻസർ വരുന്നത്. ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് സൈക്കോഫാൻസ് at an arm's length. It is better to keep sycophants at an arm's length. The week crept along dash slowly dash a snail. തന്നിരിക്കുന്ന ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. പോസിറ്റീവ് സെൻറ്റൻസിന് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ വേണ്ടി ആസാസ് മാത്രമേ വരത്തുള്ളൂ. ബാക്കിയെല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള മീനിങ് ആണ് വരുന്നത്. The week crept along as slowly as a snail. Pick out the wrong sentence. The teacher as well as the students has got into the bus. അത് കറക്റ്റാണ്. Plenty of milk is available here. അതും കറക്റ്റാണ്. Time and tide waits for no one. അതും കറക്റ്റാണ്. The manager with all his staff are attending the function. ഇതിനകത്ത് വിത്ത് ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചിട്ടായിരിക്കും വെർബ് വരേണ്ടത്. ഇവിടെ ആദ്യത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മാനേജറാണ്, സിംഗിൾ പേഴ്സണാണ് വരുന്നത്. അപ്പോൾ സിംഗുലറാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് പ്ലൂറലാണ്. അതുകൊണ്ട് ഇത് തെറ്റാണ്. ഇവർ ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആൻസർ ഏതാണ്? ദ മാനേജർ വിത്ത് ഓൾ ഹിസ് സ്റ്റാഫ് ആർ അറ്റൻഡിങ് ദ ഫംഗ്ഷൻ. അതാണ് തെറ്റ്. ഈസ് അറ്റൻഡിങ് ദ ഫംഗ്ഷൻ ആയിരുന്നു വരേണ്ടത്. എന്തുകൊണ്ടെന്നാൽ വിത്ത് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ സബ്ജക്റ്റിൽ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് ആൻസർ വരേണ്ടത്. ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ ഈസ് ആയിരുന്നു വരേണ്ടിയിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് ദ റോങ്ലി സ്പെൽഡ് വേർഡ്സ്.
ഇതിനകത്ത് റോങ്ലി സ്പെൽറ്റ് ആയിട്ടുള്ള ഡെലിഗേറ്റ് ആണ്. DELEGATE ആണ്. DELEGATE എന്നാണ് പറയുന്നത്. ഡെലിഗേറ്റ്. നെക്സ്റ്റ് വൺ, ഇഫ് എ പേഴ്സൺ if a person cannot be ശരിയല്ലോ if a person cannot be defeated he is called an invincible. if a person cannot be defeated he is called an invincible. ഇൻവിൻസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫീറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇൻവിൻസിബിൾ. അപ്പോൾ ഇമ്മോർട്ടൽ എന്താ? ലിവിങ് ഫോർ എവർ ആണ് ഇമ്മോർട്ടൽ. ഇമ്മോർട്ടൽ എന്താണ്? ലിവിങ് ഫോർ എവർ. ഇനിമിറ്റബിൾ, something that cannot be imitated. Inimitable, something that cannot imitate. Infallible എന്ന് പറഞ്ഞാൽ incapable of making errors. Infallible means incapable of making errors. Which word is a not a synonym of lazy? ലേസിയുടെ സിനോണിം അല്ലാത്ത വേർഡ് ഏതാണ്? ലേസിയുടെ സിനോണിം അല്ലാത്തത് ഇൻസെസൻറ്റ്. ഇൻസെസൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ലേസിയുടെ ഓപ്പോസിറ്റ് സിനോണിമായിട്ട് വരാത്ത വേർഡാണ് ഇൻസിസ്റ്റൻറ്റ്. ഇൻസിസ്റ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലയ്ക്കാത്ത എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഇൻസിസ്റ്റൻറ്റ്, നിലയ്ക്കാത്ത. ഇൻഡോളൻറ്റ്, സ്ലോത്ത്ഫുൾ, ഐഡിൽ, അത് മൂന്നും ലേസിയുടെ സെയിം വേർഡ് തന്നെയാണ്, സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. പിക്ക് ഔട്ട് ദ പാസീവ് ഫോം ഓഫ് ദി സെൻറ്റൻസ്. വേർ ഡിഡ് ഷീ ഹൈഡ് ദ നെക്ലേസ്? ഏതാ പറയുന്നത്? വേർ ഡിഡ് ഷീ ഹൈഡ് ദ നെക്ലേസ്? Where was the necklace hidden? Where was the necklace hidden? WH വേർഡ്സിൽ ആരംഭിക്കുന്ന ചോദ്യവാക്യങ്ങൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ഒബ്ജക്റ്റീവ് പ്ലസ് V3 ഫോമിൽ വരണം. ക്വസ്റ്റ്യൻ വേർഡ് വേർ പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ഒബ്ജക്റ്റീവ് പ്ലസ് V3 ഫോമിൽ വേണം വരാൻ. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. വേർ വാസ് ദ നെക്ലേസ് ഹിഡൻ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. We have moved dash from that location. We വരുമ്പോൾ ഏതായിരിക്കും വരേണ്ടത്? ourself. We have moved ourselves from that location. The cat was sleeping dash the tree. അടിയിൽ എന്നുള്ള മീനിങ് വരുമ്പോൾ under. By the time it started raining we dash home. രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടക്കുമ്പോൾ ആദ്യം നടന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റിലും പിന്നീട് നടന്നത് സിമ്പിൾ പാസ്റ്റിലുമാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഏത് വരും? ബൈ ദ ടൈം ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് വി ഹാഡ് റീച്ച്ഡ് ഹോം. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, ഐ ഡാഷ് പ്ലേ വയലിൻ വെൻ ഐ വാസ് എ ചൈൽഡ്. ഒരു എബിലിറ്റിയെ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാൻ ആണ്. ഒരു കഴിവിനെ പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാൻ ആണ്. അതിൻ്റെ VT ഫോം കുഡ്. നെക്സ്റ്റ് വൺ, ഐ ആം വെയിറ്റിംഗ് ഫോർ മീനു ഷീ സെഡ്. I am waiting for Minu, she said.
ഏതാ വരുന്നത്? ഷീ സെഡ് ദാറ്റ് ഷീ വാസ് വെയിറ്റിംഗ് ഫോർ മീനു. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് വെയിറ്റിംഗ് ഫോർ മീനു. ഓപ്ഷൻ ബി ആണ് വരുന്നത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഒരു സെൻറ്റൻസ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരും. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഒരു സെൻറ്റൻസ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരും. അപ്പോൾ എന്താണ് വരുന്നത്? പാസ്റ്റ് ആകുമ്പോൾ ഷീ സെഡ് ദാറ്റ് ഷീ വാസ് വെയിറ്റിംഗ് ഫോർ മീനു. നെക്സ്റ്റ് വൺ, ഐ ഡാഷ് മൈ ഫ്രണ്ട്സ് പെറ്റ് ഡോഗ് വെൻ ഹീ ഈസ് എവേ. സംരക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ഏതാ? ഐ ലുക്ക് ആഫ്റ്റർ മൈ ഫ്രണ്ട്സ് പെറ്റ് ഡോഗ് വെൻ ഹീ ഈസ് എവേ. നെക്സ്റ്റ് വൺ, ലുക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ എന്താ? ടു എക്സാമിൻ. ലുക്ക് ത്രൂ മീൻസ് ടു എക്സാമിൻ. ലുക്ക് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും കാണുക എന്നുള്ള, ടു ഗോ ത്രൂ എ പ്ലേസ്, ചുറ്റിക്കാണുക എന്നുള്ള മീനിങ് ആണ് ലുക്ക് റൗണ്ട്. ലുക്ക് എഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു തിങ്ക് അബൌട്ട് ഫ്യൂച്ചർ. ലുക്ക് എഹെഡ്, ടു തിങ്ക് അബൌട്ട് ഫ്യൂച്ചർ. ദ കിങ്സ് എൽഡസ്റ്റ് സൺ ഈസ് ദ ഡാഷ് ടു ദ ത്രോൺ. അടുത്ത അവകാശി എന്നുള്ള മീനിങ്ങിൽ വരുന്ന ഏത്? HEIR. HARE എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു റൺ അല്ലെങ്കിൽ ഒരു ഗോ വെരി ക്വിക്ക്ലി, അതാണ് HARE വരുന്നത്. HIRE എന്ന് പറഞ്ഞാൽ ടു പേ ടു യൂസ് സംതിങ് ഫോർ എ ഷോർട്ട് പീരീഡ്, കുറച്ച് കാലത്തേക്ക് എന്തെങ്കിലും ഒരു കാര്യം പൈസ കൊടുത്ത് ഉപയോഗിക്കുന്നതിന് HIRE, ഹയർ. വൺ ഹൂ ഈസ് എൻഗേജ്ഡ് ഇൻ ചാരിറ്റബിൾ വർക്ക്സ്. ഏതാ? ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വൺ ഹൂ ഈസ് എൻഗേജ്ഡ് ഇൻ ചാരിറ്റബിൾ വർക്ക്. ആംബിഡെക്സ്ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബിഡെക്സ്റ്റർ അല്ല ആംബിഡെക്സ്ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കൈയും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതിനാണ് ആംബിഡെക്സ്ട്രസ് എന്ന് പറയുന്നത്. വൺ ഹൂ ഈസ് എബിൾ ടു യൂസ് ബോത്ത് ഹാൻഡ്സ് ഈക്വലി വെൽ. ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ നരവംശ ശാസ്ത്രജ്ഞൻ. സിനോണിം ഓഫ് ദി വേർഡ് ബിട്രേ. ബിട്രേയുടെ സെയിം മീനിങ് ഏതാണ്? ബിട്രേയുടെ സിനോണിം സെയിം മീനിങ് ഡിസീവ്. ബിട്രേ, ഡിസീവ്, വഞ്ചിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ഐഡൻറ്റിഫൈ ദ മീനിങ് ഓഫ് ദി ഇഡിയം ടു ക്രൈ ഓവർ ദി സ്പിൽറ്റ് മിൽക്ക്. അതിനകത്ത് ആൻസർ ഇല്ലാത്തതുകൊണ്ട് ഇത് ക്യാൻസൽ ചെയ്ത്. വീൽ ആൻഡ് വോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയ് ആൻഡ് സോർ. വീൽ ആൻഡ് വോ, ജോയ് ആൻഡ് സോർ. കിക്ക് ദ ബക്കറ്റ് ടു ഡൈ. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പറഞ്ഞേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ചെയ്യാം. 03623 ആണ്. നോക്കാം. ചേഞ്ച് ദ ഇൻഡയറക്റ്റ് സ്പീച്ച്. ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക്. എങ്ങനെയാണ് വരുന്നത്? കിട്ടിയോ? ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക്. ഓപ്ഷൻ ആൻസർ കിട്ടും. ഡി ആണ് വരുന്നത്. റാണി സെഡ് ദാറ്റ് ഷീ ഹാഡ് വിസിറ്റഡ് മുംബൈ. റാണി സെഡ് ദാറ്റ് ഷീ ഹാഡ് വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ ഒരു സെൻറ്റൻസ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ ഒരു സെൻറ്റൻസ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് V3 ആണ് വരുന്നത്. ലാസ്റ്റ് വീക്കിന് പകരം ഇവിടെ ഇതൊന്നും നോക്കിയില്ലെങ്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. എന്താ വെച്ചാൽ ലാസ്റ്റ് വീക്കിന് പകരം നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? പ്രീവിയസ് വീക്ക് എന്നാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. വാട്ട് ഡസ് ദ പ്രിഫിക്സ് എക്സ്ട്രാ മീൻസ് ഇൻ ദ വേർഡ് എക്സ്ട്രാ ഓർഡിനറി? പ്രിഫിക്സ് എക്സ്ട്രായുടെ മീനിങ് എന്താ വരുന്നത്? ബിയോണ്ട്. എക്സ്ട്രാ ഓർഡിനറിയിലെ എക്സ്ട്രായുടെ മീനിങ് ബിയോണ്ട്. ഫൈൻഡ് ഔട്ട് ദ സ്യൂട്ടബിൾ ആർട്ടിക്കിൾ ഫ്രം ദ ചോയ്സ് ഗിവൺ ബിലോ. ഡാഷ് ഈവ് ഈസ് എ ഫീമെയിൽ ഷീപ്പ്. ഏതാ വരുന്നത്?
ഇഫ് എന്ന് പറയുമ്പം ഈ സൗണ്ട് സൈലൻ്റ് ആണ്, അതുകൊണ്ട് എ ആണ് വരുന്നത്. ഇനി എ ഇയർ, എ വരുന്ന കുറച്ച് കാര്യങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ളത് നോക്കാം. എ ഇയർ, എ യൂറോപ്യൻ, എ യൂണിവേഴ്സിറ്റി, എ യൂണിവേഴ്സിറ്റി. പിന്നെ ഏതാ വരുന്നത്? പിന്നെ വരുന്നത് എ വൺ ഐഡ് മാൻ, എ വൺ ഐഡ് മാൻ. ഇതൊക്കെ പ്രൊനൗൺസിയേഷൻ വരുമ്പോൾ കൺസോണൻറ്റ് സൗണ്ടാണ് വരുന്നത്, അതുകൊണ്ട് അതിനൊക്കെ മുമ്പ് എ വരത്തുള്ളൂ. എ ഇയർ, എ യൂറോപ്യൻ, എ യുനാനിമസ്, എ യൂണിവേഴ്സിറ്റി, എ വൺ ഐഡ് മാൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് സ്റ്റിമുലസ്. സ്റ്റിമുലസിൻ്റെ കറക്റ്റ് പ്ലൂറൽ ഫോം ഏതാ? ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് സ്റ്റിമുലസ്. ഏതാ വരുന്നത്? സ്റ്റിമുലസ്, സ്റ്റിമുലായി, ഫോക്കസ്, ഫോസൈ. പിന്നെ ഏതാ? കാക്ടസ്, കാക്ടൈ, CACTI വരും. ഫംഗസ്, ഫംഗായി, ന്യൂക്ലിയസ്, ന്യൂക്ലിയായി. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ for the conditional sentence. If you had studied well, you dash the first line. ഇവിടെ ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ വരുന്നത്? ഹാഡ് പ്ലസ് V3 വരുവാണെങ്കിൽ വുഡ് ഹാവ് പ്ലസ് V3 വരും. അപ്പോൾ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് ഗോട്ട് ദ ഫസ്റ്റ് റാങ്ക്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. ദ എക്സാം ഈസ് ഡാഷ് ദാൻ ദ ലാസ്റ്റ് വൺ. എക്സാം ഈസ് ഈസിയർ ദാൻ ദ ലാസ്റ്റ് വൺ. വാട്ട് ഈസ് ദ സിനണിം ഓഫ് സോ? സോറിൻ്റെ സെയിം മീനിങ് വരുന്ന ഏതാ? സോർ. ഈ ക്വസ്റ്റ്യനും ക്യാൻസൽ ചെയ്താണ്. സോറിൻ്റെ സെയിം മീനിങ് വരുന്നത്. ഈ ക്വസ്റ്റ്യനും ക്യാൻസൽ ചെയ്തതാണ്. നെക്സ്റ്റ് വൺ, സെലക്ട് ആൻ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദി ഫോളോയിങ് സെൻറ്റൻസ്. ഐ ആം ആൻ ആർട്ടിസ്റ്റ്. ആം പ്ലസ് നോട്ട് വരുമ്പോൾ ആറിൻറ്റ്. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദി വേർഡ് അപ്പാർത്തൈഡ്, സെപ്പറേറ്റ്നെസ്. ഇനി നമുക്ക് 4 ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ചെയ്യാനുണ്ട്. അപ്പം അത് നമുക്ക് നെക്സ്റ്റ് ഡേ ചെയ്യാം. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വാട്ട് ഈസ് ദ മാസ്കുലിൻ ജെൻഡർ ഓഫ് ഡച്ചസ്? ഡ്യൂക്ക്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസിലൻ PSCയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ 2023 10th ലെവൽ മെയിൻസിലെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണേ. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ 4 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിരുന്നു. 2023 മൊത്തം 8 എക്സാമാണ് മെയിൻസിൽ നടന്നത്, LD ലെവലിൻ്റെ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ഓപ്പൺ ദ വിൻഡോ. എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസിന് നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3 ആണ് വരുന്നത്. ഇമ്പറേറ്റീവ് സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3 ഫോമിലാണ് വരുന്നത്. അപ്പോൾ ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ്, ലെറ്റ് വെച്ചിട്ടുള്ള ഒറ്റ ആൻസറേ ഉള്ളൂ. അങ്ങനെ തന്നെ നമുക്ക് ലെറ്റ് ദ വിൻഡോ ബി ഓപ്പൺഡ് എന്ന് എഴുതാൻ സാധിക്കും. ഇമ്പറേറ്റീവ് സെൻറ്റൻസിന് നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3 എന്ന ഫോമിലാണ് ആൻസർ വരേണ്ടത്. അപ്പോൾ ലെറ്റ് ദ വിൻഡോ ബി ഓപ്പൺഡ്. നെക്സ്റ്റ് വൺ, എവരി വൺ ഈസ് എക്സൈറ്റഡ്. ക്വസ്റ്റ്യൻ ടാഗ് ഏതാണ്? എവരി വൺ ഈസ് എക്സൈറ്റഡ്. എവരി വൺ വരുമ്പോൾ ദേ വരും. ദേയുടെ കൂടെ ആറേ വരത്തുള്ളൂ. തന്നിരിക്കുന്നതിനകത്ത് നോട്ടില്ല, അതുകൊണ്ട് ആറിൻ്റെ. ഓപ്ഷൻ സി. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ. ഏതാണ്? ആൻ LD ക്ലർക്ക് ഉണ്ട്, A MLA ഉണ്ട്, A അംബർല ഉണ്ട്, ആൻ യു ഉണ്ട്. എങ്ങനെയാണ് വരുന്നത്? കറക്റ്റ് ആൻസർ ആൻ LD ക്ലർക്കാണ്. എങ്ങനെയാണെന്ന് വരുന്നത് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നതിന് നമ്മൾ മലയാളത്തിലേക്ക് അങ്ങ് എഴുതി നോക്കുക. അപ്പോൾ ആദ്യം വരുന്ന അക്ഷരം സ്വരാക്ഷരമാണെങ്കിൽ അതിന് മുമ്പിൽ ആനാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ MLA എന്ന് എഴുതുമ്പോഴും MLA അങ്ങനെയല്ലേ? MLA.
അപ്പം ആദ്യം വരുന്ന സ്വരാക്ഷരമായതുകൊണ്ട് ഇവിടെ വരേണ്ടത് ആനായിരുന്നു. ഇവിടെ ആൻ അംബർല. എ യു എന്നാണ് വരേണ്ടത്. ഈ എന്ന് പറഞ്ഞ സൗണ്ട് സൈലൻ്റ് ആണ്, അതുകൊണ്ട് ഇത് തെറ്റാണ്. എ യു എന്നാണ് വരേണ്ടത്. നെക്സ്റ്റ് വൺ, no sooner had he written his first novel dash he started the next. no sooner വന്നു കഴിഞ്ഞാൽ എന്താണ് വരേണ്ടത്? no sooner വന്നു കഴിഞ്ഞാൽ ഒന്ന് നോക്കാനുള്ള ദാൻ വരണം. no sooner വന്നു കഴിഞ്ഞാൽ ദാൻ വരണം. അതായത് no sooner ശേഷം വരുന്ന ഓക്സിലറി വെർബ് ഇതും കൂടി ശ്രദ്ധിച്ചു. ചിലപ്പോൾ ഇനി ചോദിക്കുന്നത് ഈ ദാൻ ആയിരിക്കത്തില്ല ചോദിക്കുന്നത്. no sooner കഴിഞ്ഞ് പിന്നെ ഡാഷ് ആയിരിക്കും ഇടുന്നത്. ഓക്സിലറി വെർബ് വരുന്നത് ഒന്നെങ്കിൽ ഹാഡ് അല്ലെങ്കിൽ ഡിഡ് ആയിരിക്കും. നോ സൂണർ കഴിഞ്ഞ് വരുന്ന ഓക്സിലറി വെർബ് ഒന്നെങ്കിൽ ഹാഡ് അല്ലെങ്കിൽ ഡിഡ് ആയിരിക്കും. അതും കൂടെ ഓർത്ത് വെച്ചോളൂ. ഇനി ചിലപ്പോൾ നോ സൂണർ ഡാഷ് ഹി റിട്ടേൺ ഹിസ് ഫസ്റ്റ് നോവൽ ദാൻ ഹി സ്റ്റാർട്ടഡ് ദ നെക്സ്റ്റ് എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നോ സൂണർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഹാഡ് അല്ലെങ്കിൽ ഡിഡേ വരികയുള്ളൂ. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ദ മാസ്റ്റർ സെഡ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഇതെങ്ങനെയാണ് വരുന്നത്? റിപ്പോർട്ടഡ് സ്പീച്ചിൽ എഴുതുമ്പോൾ യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലെ ജനറൽ ട്രൂത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെ ആയിരിക്കും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യൂണിവേഴ്സൽ ട്രൂത്ത്, ജനറൽ ട്രൂത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെ ആയിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏതാ വരുന്നത്? മാസ്റ്റർ സെഡ് ദാറ്റ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഓപ്ഷൻ ബി ആണ് വരുന്നത്. അതായത് അതുപോലെ തന്നെ എഴുതത്തുള്ളൂ, അതിനിടയ്ക്ക് സെഡ് ദാറ്റ് എന്ന് മാത്രമേ വരികയുള്ളൂ. ദ മിനിസ്റ്റർ കെയിം ഡാഷ് എ ഹെലികോപ്റ്റർ. ഏതാ വരുന്നത്? ഇന്നാണ് വരുന്നത്. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ്. വാട്ട് എ ബ്യൂട്ടിഫുൾ സീനറി. വാട്ട് എ ബ്യൂട്ടിഫുൾ സീനറി. എക്സ്ക്ലമേഷൻ മാർക്ക് ഉള്ളത് കൊണ്ട് വേറെ ഒന്നും നോക്കാനില്ല. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. എക്സ്ക്ലമേഷൻ മാർക്ക് ഉള്ളതുകൊണ്ട് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡർ അങ്ങനെയൊക്കെയുള്ളതാണ് ഇംപറേറ്റീവ് സെൻറ്റൻസ്. നെക്സ്റ്റ് വൺ, ഫർണിച്ചർ ഇൻ ദിസ് റൂം ഡാഷ് ഗുഡ്. ഏതാ വരുന്നത്? ഫർണിച്ചർ എന്ന് പറയുമ്പോൾ ഈസാണ് വരുന്നത്. ബാഗേജ്, ലഗേജ്, ന്യൂസ്, ഇൻഫർമേഷൻ, ഫർണിച്ചർ, ഫുഡ്, ക്ലോത്തിങ്, സീനറി, ക്രോക്കറി, വാട്ടർ, സ്റ്റേഷനറി, ഇതിനെല്ലാത്തിനും കൂടെ മുമ്പ് എന്താണ് വരുന്നത്? നമ്മൾ സിംഗുലർ വെർബേ യൂസ് ചെയ്യത്തുള്ളൂ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സിംഗുലർ വെർബേ യൂസ് ചെയ്യത്തുള്ളൂ. ബാഗേജ്, ലഗേജ്, ന്യൂസ്, ഇൻഫർമേഷൻ, ഫർണിച്ചർ, ഫുഡ്, ക്ലോത്തിങ്, സീനറി, പോയട്രി, വാട്ടർ, സ്റ്റേഷനറി, എക്വിപ്മെൻറ്റ്, ഫുട്വെയർ, മെഷീനറി, ഇതിൻ്റെയൊക്കെ കൂടെ സിംഗുലർ വെർബ് യൂസ് ചെയ്യത്തുള്ളൂ. ഐ ഡാഷ് ടു പ്ലേ ഫുട്ബോൾ വെൻ ഐ വാസ് ഇൻ UK. ഇപ്പം നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു കാര്യം സൂചിപ്പിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ടു ആണ് യൂസ് ചെയ്യുന്നത്. ഐ യൂസ്ഡ് ടു പ്ലേ ഫുട്ബോൾ വെൻ ഐ വാസ് ഇൻ UK. ഇപ്പം ought to യൂസ് ചെയ്യുന്നത് ഏറ്റവും അനുയോജ്യമായത് എന്നുള്ള അർത്ഥത്തിലാണ് ought to യൂസ് ചെയ്യുന്നത്. നീഡാണെങ്കിൽ ആവശ്യം, കടപ്പാട് എന്നിവയെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് നീഡ് യൂസ് ചെയ്യുന്നത്. അതൊരു നെഗറ്റീവ് സെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഡെയർ ആണെങ്കിൽ ധൈര്യത്തെ സൂചിപ്പിക്കുന്നതാണ് ഡെയർ. ഐ ഡിസ്ലൈക്ക് ഡാഷ് TV. ഡിസ്ലൈക്ക്, ലൈക്ക്, അതിനുശേഷം നമ്മൾ ING ഫോമിലെ വെർബ് എഴുതത്തുള്ളൂ. അപ്പോൾ ഡിസ്ലൈക്ക്, ലൈക്ക്, എൻജോയ്, ഫിനിഷ്ഡ്, ഹെൽപ്പ്, സജസ്റ്റഡ്, ഒബ്ജക്റ്റീവ്, ഇൻസിസ്റ്റ് ഓൺ, ഇതിൻ്റെ എല്ലാത്തിനു ശേഷം നമ്മൾ ING ഫോമായി യൂസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഐ ഡിസ്ലൈക്ക് വാച്ചിങ് TV. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ ബാ. അല്ലേ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ. ഒരു വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് വേർഡ് ഈസ് റോങ്ലി സ്പെൽഡ്? ഏതാണ്? ഹിലാരിയസ്. ഫസ്റ്റ് വൺ ആണ് തെറ്റ്. ഡബിൾ എല്ലാണ് വരേണ്ടത്. ഈച്ച് വൺ ഓഫ് യു ഡാഷ് സ്പെഷ്യൽ. ഈച്ച് വൺ ഓഫിന് ശേഷം ഈസാണ് വരുന്നത്. ഈച്ച് വൺ ഓഫ്, എവരി വൺ ഓഫ്, അതായത് ഓഫിൽ എൻഡ് ചെയ്യുന്ന ഇതിന് ശേഷം നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈച്ച് വൺ ഓഫ്, എയ്തർ ഓഫ്, എവരി വൺ ഓഫ്, നെയ്തർ ഓഫ്, ഗ്രൂപ്പ് ഓഫ്, നോട്ട് വൺ ഓഫ്, വൺ എമംഗ് ദി, വൺ ആൻഡ് ഹാഫ്, ഇതിനെല്ലാത്തിനും ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതാണ് യൂസ് ചെയ്യേണ്ടത്? സിംഗുലർ വെർബായ ഈസാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ 62ൻ്റെ ആൻസർ ബി. ചൂസ് ദ ബെസ്റ്റ് സ്യൂട്ടബിൾ ഫ്രം ദ ഗിവൺ ഓപ്ഷൻ. എ ഡ്രീമി സ്റ്റേറ്റ്. എ ഡ്രീമി സ്റ്റേറ്റിന് പകരം യൂസ് ചെയ്യുന്നത് എന്താണ്? ഡിലീരിയസ്. എ ഡ്രീമി സ്റ്റേറ്റ്, ഡിലീരിയസ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. എ ഡ്രീമി സ്റ്റേറ്റ്, ഡിലീരിയസ്. വൺ ഹു ഈസ് ടു ആങ്ഷ്യസ് അബൌട്ട് ഹിസ് ഓൺ ഹെൽത്ത് ആണ് വാലിറ്റുഡിനേറിയൻ. വൺ ഹു ഈസ് ഓൾ പവർഫുൾ, ഒംനിപൊട്ടൻറ്റ്. എ പേഴ്സൺ ഹു ഹാസ് എക്സ്റ്റെൻസീവ് നോളജ് ആണെങ്കിൽ എറുഡൈറ്റ്. എ പേഴ്സൺ ഹു ഹാസ് എക്സ്റ്റെൻസീവ് നോളജ് ആണെങ്കിൽ എറുഡൈറ്റ്. എറുഡൈറ്റ്. എ പേഴ്സൺ ഹു ഹാസ് എക്സ്റ്റെൻസീവ് നോളജ് ആണെങ്കിൽ എറുഡൈറ്റ്. വാലിറ്റുഡിനേറിയൻ, ഇതും ചോദിച്ചിട്ടുള്ളതാണ്. വാലിറ്റുഡിനേറിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഹു ഈസ് ടു ആങ്ഷ്യസ് അബൌട്ട് ഹിസ് ഓൺ ഹെൽത്ത് ആണ് വാലിറ്റുഡിനേറിയൻ. ഒംനി പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഹു ഈസ് പ്രസൻറ്റ് എവരിവെയർ. ഒംനി പ്രസൻറ്റ്, വൺ ഹു ഈസ് പ്രസൻറ്റ് എവരിവെയർ, ഒംനി പ്രസൻറ്റ്. വൺ ഹു ഈസ് പ്രസൻറ്റ് എവരിവെയർ, ഒംനി പ്രസൻറ്റ്. എറുഡൈറ്റ് എന്താണ്? എ പേഴ്സൺ ഹു ഹാസ് എക്സ്റ്റെൻസീവ് നോളജ് ആണെങ്കിൽ എറുഡൈറ്റ്. ഇതെല്ലാം ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ എ ഡ്രീമി സ്റ്റേറ്റ്, ഡിലീരിയസ്. എ ഡ്രീമി സ്റ്റേറ്റ്, ഡിലീരിയസ്. ഷീ ക്യാൻ ഡാഷ് ഹെർ ഹസ്ബൻഡ് എനി ലോങ്ങർ. അൺസഹിക്കബിൾ ആണെന്ന് പറയുന്നത് പുട്ട് അപ്പ് വിത്ത്, ടോളറേറ്റ്. ഷീ കാൻ പുട്ട് അപ്പ് വിത്ത് ഹെർ ഹസ്ബൻഡ് എനി ലോങ്ങർ. പുട്ട് ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിയർ. പുട്ട് ഔട്ട്, എക്സ്റ്റിങ്ക്വിഷ്. പുട്ട് അപ്പ്, റൈസ്. ഷീ കുഡിൻറ്റ് ഡാഷ് ടു ദ ന്യൂ സർക്കംസ്റ്റൻസ്. ഷീ കുഡിൻറ്റ് അഡാപ്റ്റ്. അഡാപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഷീ കുഡിൻറ്റ് അഡാപ്റ്റ് ടു ദ ന്യൂ സർക്കംസ്റ്റൻസസ്. അഡപ്റ്റ് എന്ന് പറഞ്ഞാൽ ADEPT. അഡപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽ സ്കിൽഡ്. അഡപ്റ്റ്, വെൽ സ്കിൽഡ്. അഡപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽ സ്കിൽഡ്. അഡോപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദത്തെടുക്കുക എന്നുള്ള അർത്ഥത്തിലായിരുന്നു അഡോപ്റ്റ്. അതെന്ത്? ടു ടേക്ക് എ ചൈൽഡ് ഓഫ് അതർ പേരൻസ് ലീഗലി ആസ് യുവർ ഓൺ ചൈൽഡ്. നെക്സ്റ്റ് വൺ, എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. A hard nut to crack, a difficult problem. Hard nut to crack, difficult problem. At an arm's length, to keep away at a distance. At an arm's length, to keep away at a distance. Rima replied that she would completed the work. Which is the incorrect word in this sentence? വുഡിന് ശേഷം V1 ആണ് വരേണ്ടത്. ഇവിടെ തന്നിരിക്കുന്നത് കംപ്ലീറ്റഡ് എന്നാണ് തന്നിരിക്കുന്നത്, അതാണ് തെറ്റ്. വുഡിന് ശേഷം V1 ഫോമേ വരത്തുള്ളൂ. ഇവിടെ V2 ഫോമാണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഐ വുഡ് ഹാവ് ബോട്ട് എ ഗിഫ്റ്റ് ഈഫ് ഡാഷ്. ഈഫിന് ശേഷം ഹാഡ് പ്ലസ് V3 വരുവാണെങ്കിലാണ് ബാക്കി ഇവിടെ എന്ത് വരുന്നത്? വുഡ് ഹാവ് പ്ലസ് V3 വരുന്നത്. ഈഫിന് ശേഷം ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ വുഡ് ഹാവ് പ്ലസ് V3 വരും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഹാഡ് പ്ലസ് V3 ഉള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ബി. യു ഹാഡ് കോൾഡ് മീ ഓൺ യുവർ ബർത്ത്ഡേ. അടുത്തത്, സെലക്ട് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഐ ഓഫൺ കം ഹോം ലേറ്റ്. ഏതാണ് വരുന്നത്? ക്വസ്റ്റ്യൻ ടാഗ് ഏതാ? കം എന്ന് പറയുമ്പോൾ ഡു ആണ് വരുന്നത്. തന്നിരിക്കുന്നതിനകത്ത് നോട്ടില്ല, അപ്പോൾ ഡോണ്ട് വരും. അപ്പോൾ ഡോണ്ട് ഐ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻസ്
ആർ മോസ്റ്റ് സിമിലർ ഇൻ മീനിങ് ടു ദ വേർഡ് പെൻസീവ്ലി. പെൻസീവ്ലിയുടെ സെയിം മീനിങ് വരുന്നത് സ്പെക്കുലേറ്റീവ്, റുമിനേറ്റീവ്, തോട്ട്ഫുൾ. സ്പെക്കുലേറ്റീവ്, റുമിനേറ്റീവ്, തോട്ട്ഫുൾ. പെൻസീവ്ലിയുടെ സെയിം മീനിങ് വരുന്നത് സ്പെക്കുലേറ്റീവ്, റുമിനേറ്റീവ്, തോട്ട്ഫുൾ. ഓപ്ഷൻ ഡി. അപ്പോൾ ഇനിയും 2 ക്വസ്റ്റ്യൻസും കൂടെ, ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ഡേ ചെയ്യാം. നിങ്ങളാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഗീതാഞ്ജലി ഈസ് ദ ഡാഷ് ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ. ഗീതാഞ്ജലി ഈസ് ദ മാഗ്നം ഓപ്പസ് ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ. മാഗ്നം ഓപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റ് വർക്ക്. മാഗ്നം ഓപ്പസ് ഗ്രേറ്റ് വർക്ക്. ബോണഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഗീതാഞ്ജലി ഈസ് ദ മാഗ്നം ഓപ്പസ് ഓഫ് രവീന്ദ്രനാഥ ടാഗോർ. മാഗ്നം ഓപ്പസ് മീൻസ് ഗ്രേറ്റ് വർക്ക്. ബോണഫൈഡ് സിൻസിയർ. ബോണഫൈഡ് എന്ന് വെച്ചാൽ സിൻസിയർ. അൽമാ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോമർലി അറ്റൻഡഡ് സ്കൂൾ ഓർ കോളേജ്. അഡ്ഹോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ പർപ്പസ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ഗീതാഞ്ജലി ഈസ് ദ മാഗ്നം ഓപ്പസ് ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ. നെക്സ്റ്റ് വൺ, place where birds are kept is called aviary. Place where birds are kept is called aviary. Option B. അക്വേറിയം എന്താണ്? ഫിഷിനെ വളർത്തുന്നതാണ് അക്വേറിയം. A transparent tank of water where fish and underwater animals are kept. ബറോ. ആരുടേതാണ് ബറോ? റാബിറ്റിൻ്റെ ഷെൽട്ടറാണ് ബറോ. എപ്പിയറി. എ പ്ലേസ് വെർ ബീസ് ആർ കെപ്റ്റ്. എപ്പിയറി ഏതാണ്? എ പ്ലേസ് വെർ ബീസ് ആർ കെപ്റ്റ്. ദ ചീഫ് ഗസ്റ്റ് ഡാഷ് ഇൻ എ ടൈം. ദ ചീഫ് ഗസ്റ്റ് ഡാഷ് ഇൻ എ ടൈം. ഏതാ? ചീഫ് ഗസ്റ്റ് turned up in a time. Option D. Identify the word with correct spelling. ഏതാ? OCCASION. ഒരു എസ് എ വരത്തുള്ളൂ. OCCASION. Choose the correct passive form of the following. Manoj has read many books, many good books. Manoj has read many good books. അപ്പോൾ അത് പാസീവിലേക്ക് മാറ്റുമ്പോൾ എന്താ? ഒബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ്. അപ്പോൾ ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ് വരും. അപ്പോൾ മെനി ഗുഡ് ബുക്സ് എന്ന് പറയുമ്പോൾ അത് പ്ലൂറലാണ്, അതുകൊണ്ട് ഹാവേ വരത്തുള്ളൂ. ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 റീഡ് ബൈ മനോജ്. മെനി ഗുഡ് ബുക്സ് ഹാവ് ബീൻ റീഡ് ബൈ മനോജ്. നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ വേർഡ് വിച്ച് ഡസ് നോട്ട് മീൻ അമെൻഡ്. അമെൻറ്റിൻ്റെ മീനിങ് അല്ലാതെ വരുന്നത്. അമെൻറ്റിൻ്റെ മീനിങ് അല്ലാതെ വരുന്നത് ഏതാ? ജോയിൻ ആണ് അല്ലാത്തത്, ബാക്കിയെല്ലാം സെയിം മീനിങ് തന്നെയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ജോയിൻ ആണ്. അമെൻറ്റിൻ്റെ മീനിങ് അല്ലാത്തത്. അമെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച്, ഇംപ്രൂവ്, മോഡിഫൈ. അപ്പോൾ അമെൻറ്റിൻ്റെ മീനിങ് അല്ലാത്തത് ജോയിൻ. ഇഫ് ഐ ഹാഡ് ടൈം. ഇഫ് ഐ ഹാഡ് ടൈം വന്നു കഴിഞ്ഞാൽ ഐ വുഡ് വാച്ച് എ ഫിലിം. ഇഫ് ഐ ഹാഡ് ടൈം ഐ വുഡ് വാച്ച്. ഈഫ് പ്ലസ് V2 വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഹാഡ് എന്ന് പറയുന്നത് V2 ഫോമാണ്. ഈഫ് പ്ലസ് V2 വന്നു കഴിഞ്ഞാൽ ഐ വുഡ് പ്ലസ് V1 വരും. ഈഫ് പ്ലസ് V2 വന്നു കഴിഞ്ഞാൽ ഹാഡ് എന്നുള്ളത് V2 ഫോമാണ്. വന്നു കഴിഞ്ഞാൽ ബാക്കി വരുന്ന സ്ഥലത്ത് എന്താ വരുന്നത്? വുഡ് പ്ലസ് V1 ഫോമാണ് വരേണ്ടത്. അപ്പോൾ വുഡ് വാച്ച് എന്ന് വരും. നെക്സ്റ്റ് വൺ, ഹി ആസ്ക്ഡ് ഡാഷ്. ഏതാ പറയുന്നത്? വെദർ ഷീ കുഡ് സിങ്. ഹി ആസ്ക്ഡ് വെദർ ഷീ കുഡ് സിങ്. ഈ ചോദ്യം റിപ്പോർട്ടഡ് സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആസ്ക്ഡ് പാസ്റ്റ് ആയതുകൊണ്ട് ഇതിന് ശേഷം വരുന്നതും പാസ്റ്റ്. അപ്പോൾ എന്താ? വെദർ ഷീ കുഡ് സിങ്. ഓപ്ഷൻ എ.
നെക്സ്റ്റ് വൺ, റീഡ് ദ സെൻറ്റൻസ് ഗിവൺ ബിലോ ടു ഫൈൻഡ് ഔട്ട് വെദർ ദർ ഈസ് എനി ഗ്രാമാറ്റിക്കൽ എറർ ഇൻ ഇറ്റ്. The error, if any, will be in the one part of the sentence. If there is no error, the answer is 4. One of our students have won the first place in the competition. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു വൺ ഓഫ്, ഈച്ച് ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫിന് ശേഷം എന്താ വരുന്നത്, പ്ലൂറൽ നൗണ് പ്ലസ് സിംഗുലർ വെർബാന്ന് പറഞ്ഞിരുന്നു. ഇവിടുത്തെ പ്ലൂറൽ നൗൺ ഏതാ? പ്ലൂറൽ നൗണ് സ്റ്റുഡൻസ് വന്നു. സിംഗുലർ വെർബായിരുന്നു വരേണ്ടത്, ഇവിടെ ഹാവ് ആണ് വന്നത്, പ്ലൂറൽ വെർബാണ് വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഇതാണ് തെറ്റായിട്ടുള്ള ഭാഗം. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.